50 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ ആൾക്കാർക്ക് വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ ലോകം കാണാമെന്ന് പറഞ്ഞാൽ അവർ ചിരിക്കുമായിരിക്കും. എന്നാൽ ഇനി വരുന്ന കാലത്ത് ലോകം കാണാൻ മാത്രമല്ല എക്സ്പീരിയൻസും ചെയ്യാൻ പറ്റും. അതാണ് മെറ്റ അല്ലെങ്കിൽ മെറ്റാവേഴ്സ്. ഇതിൻ്റെ ഗ്രീക്ക് വേർഡിൻ്റെ അർത്ഥം ബിയോണ്ട് എന്നാണ്. ഫേസ്ബുക്കിൻ്റെ മിഷൻ എന്തുവാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ലോകത്തുള്ള എല്ലാ ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്യിപ്പിക്കാനാണ്. എന്നാൽ മെറ്റയിലും മാർക്ക് സക്കർബർഗിൻ്റെ മിഷൻ ഇത് തന്നെയാണ്. അപ്പം എന്തുകൊണ്ട് ഫേസ്ബുക്കിൻ്റെ പേര് മാറ്റി മെറ്റ എന്നാക്കിയത്? ആദ്യം തന്നെ മാർക്ക് സക്കർബർഗിന് ഈ ഒരു ഐഡിയ കുറേ വർഷങ്ങൾക്ക് മുമ്പേ ഉള്ളായിരുന്നതാണ്. ഈ മെറ്റയിൽ കൂടെ നിങ്ങൾക്ക് ചിന്തിക്കാവുന്നത് എല്ലാം ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ലോകത്തുള്ള ഏത് ആൾക്കാരെയും വെർച്വലായിട്ട് കണ്ടും സംസാരിക്കാനും പറ്റും. ഇതിനായി നിങ്ങൾ കാണാൻ പോകുന്ന ആൾക്ക് ഒരു ലിങ്ക് അയച്ച് മറ്റേയാൾ ആ ലിങ്ക് അക്സെപ്റ്റ് ചെയ്താൽ മാത്രം മതി. ഈ വെർച്വൽ കോൾ ചെയ്യുമ്പോൾ മറ്റേയാൾ നിങ്ങളെ ഒറിജിനലായിട്ടല്ല, പക്ഷേ ഒരു 3D രൂപത്തിലായിരിക്കും കാണാൻ പറ്റുന്നത്. അപ്പം വന്ന് വീഡിയോ കോൾസ് വരെ ഓൾ ടെക്നോളജി ആയിക്കൊണ്ടിരിക്കുകയാണ്. വേറൊരു എക്സാമ്പിൾ, നിങ്ങളെ ഫ്രണ്ട്സുമായിട്ട് ഒരു ഗെയിം കളിക്കുകയാണെങ്കിൽ ആ ഗെയിം നിങ്ങൾക്ക് റിയൽ ആയിട്ട് എക്സ്പീരിയൻസും ഫീലും ചെയ്യാൻ പറ്റും. പക്ഷേ ഈ മെറ്റാവേഴ്സ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഓക്യുലസിൻ്റെ ക്വസ്റ്റ് 2 എന്ന് പറഞ്ഞിട്ട് VR മേടിക്കേണ്ടി വരും. ഫോർ ജസ്റ്റ് ₹29,000. അപ്പം ഇനി ഇത് കൺഫേം ആയിട്ടുണ്ട്, ഇനി വരുന്ന കാലത്ത് ടിവിയോ മൊബൈൽ ഫോൺസോ ഒന്നും കാണത്തില്ലെന്ന്. ആദ്യം തന്നെ നിങ്ങൾ ഈ VR ഇടുമ്പം നിങ്ങൾക്കൊരു ഹൊറൈസൺ ഹോം കാണാൻ പറ്റും. അതായത് നിങ്ങളതായിട്ട് തന്നെയുള്ള ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഹോം. ഈ ഫ്യൂച്ചറിസ്റ്റിക് ഹോം നിങ്ങൾക്ക് കസ്റ്റമൈസോ അതോ എന്താണെങ്കിലും ചെയ്യാൻ പറ്റും. അടുത്തതായിട്ട് വരുന്നത് ഹൊറൈസൺ വേൾഡ് ആണ്. അതായത് നിങ്ങൾക്ക് ലോകത്തിന്റെ ഏത് ഭാഗത്ത് വേണമെങ്കിലും ഫ്രീ ആയിട്ട് വിസിറ്റ് ചെയ്തിട്ട് വരാം. പിന്നെ അടുത്തത് ഹൊറൈസൺ വർക്ക് റൂം, അതായത് വെർച്വൽ വർക്ക്. നിങ്ങൾക്ക് നിങ്ങളെ വീട്ടിൽ തന്നെ ഇരുന്നുകൊണ്ട് റിയൽ ആയിട്ട് വർക്കും ചെയ്യാൻ പറ്റും. ഇനി അഥവാ നിങ്ങൾക്ക് വല്ല മീറ്റിങ്ങിന് എങ്ങാനും ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആ മീറ്റിങ്ങിലുള്ള ആൾക്കാരെ റിയൽ ആയിട്ട് കാണാനും പറ്റും. അപ്പൊ ഇനി ഇതും കൺഫേം ആയിട്ടുണ്ട്, ഇനി ഫ്യൂച്ചറിൽ ഓഫീസസും കാണത്തില്ലെന്ന്. ഓക്കെ, ഇനി നമുക്ക് എഡ്യൂക്കേഷനെ കുറിച്ച് സംസാരിക്കാം. പണ്ടത്തെ കാലത്ത് നിങ്ങൾക്ക് വല്ല മീനിങ്സോ എന്തെങ്കിലും നോക്കണമെങ്കിൽ നിങ്ങൾ ഡിക്ഷണറിയിലായിരിക്കും നോക്കുന്നത്. പക്ഷെ ഇപ്പോഴോ ഗൂഗിൾ. പക്ഷേ ഈ മെറ്റ വരുമ്പോൾ ഗൂഗിളിനെയും ഈ മെറ്റ ഓൾഡ് ഫാഷൻ ആക്കി എടുക്കും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഇനി സാറ്റേണിനെ കുറിച്ച് പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് സാറ്റേണിനെ വെർച്വലായിട്ട് എക്സ്പീരിയൻസും ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ഹിസ്റ്ററിയെ കുറിച്ച് പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഏൻഷ്യന്റ് കാലത്ത് ടെലിപ്പോർട്ട് ചെയ്ത് പോകാൻ പറ്റും. ടെലിപ്പോർട്ടേഷൻ അല്ലെങ്കിൽ ഒരു സ്ഥലത്തുനിന്ന് മറ്റേ സ്ഥലത്തോട്ട് 1 സെക്കൻഡിനേക്കാളും കുറഞ്ഞ ടൈമിൽ എത്തുന്നത്. സോ ഇനി ഇതും കൺഫേം ആയിട്ടുണ്ട്, ഇനി ഫ്യൂച്ചറിൽ കാറോ സിറ്റിയോ ഒന്നും കാണത്തില്ലെന്ന്. ഈ മെറ്റ നിങ്ങൾക്ക് ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് വേണ്ടത് ഒരു നല്ല വൈഫൈയും ഒരു സീറ്റുമാണ്. അപ്പം ഇനി നമുക്ക് നെഗറ്റീവിനെ കുറിച്ച് സംസാരിക്കാം. ഇപ്പം തന്നെ നമ്മൾ സോഷ്യൽ മീഡിയാസിൽ എഡിക്റ്റഡ് ആണ്. അപ്പം ഇനി മെറ്റായും കൂടെ വരുമ്പം നമ്മൾ റിയൽ വേൾഡുമായിട്ടുള്ള ടച്ച് വിട്ടുപോകുന്നതായിരിക്കും. അതായത് രാവിലെ എണീക്കുക, VR ഇട്ട് എന്തുവാന്ന് വെച്ചാൽ ചെയ്യുക, പിന്നെ ലാസ്റ്റ് ചെയ്ത് കിടന്നുറങ്ങുക. സോ അപ്പം ഇനി ഇതും കൺഫേം ആയിട്ടുണ്ട്, ഇനി ഫ്യൂച്ചർ വെർച്വൽ ആയിരിക്കുമെന്ന്. അപ്പം ഈ വീഡിയോയിൽ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നതായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലൊക്കെ ഓൾ നിൽക്കുക. ഈ മെറ്റയെ കുറിച്ച് നിങ്ങൾക്കുള്ള അഭിപ്രായം കമൻറ്റ് സെക്ഷനിൽ പോയി കമൻറ്റ് ചെയ്യുക. Catch you in the next one.